നീ ഇന്ന് ഓഫീസിൽ പോയില്ലല്ലേ? രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ. ഇനി നീ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ബാക്കി എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ അത് ചെയ്യേ. സത്യത്തിൽ എനിക്കും അറിയത്തില്ല അപ്പ. ഈ അവസരത്തിൽ എന്നാ ചെയ്യേണ്ടത്, എവിടുന്നാ തുടങ്ങേണ്ടത്? കുക്കി അവൾ എൻ്റെ മോളാണോ? ഇച്ചായ, ഇവിടെ നീ കുടിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല. അപ്പം പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു കാര്യം ചെയ്യ്. എന്തായാലും എലിസബത്ത് വക്കീലിനെ ഇച്ചായൻ അത്ര കാര്യമൊന്നുമില്ല. എന്തിനു വേണ്ടിയാ കെട്ടിയെന്ന് എല്ലാവർക്കും അറിയാവുന്നതാ താനും. എങ്കിൽ എലിസബത്ത് വക്കീലിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ കൊച്ചിൻ്റെ കസ്റ്റഡി വാങ്ങുക. ബെസ്റ്റ് അവൻ്റെ വക്കീല് ബുദ്ധി. എടാ ഉവേ, ആ കൊച്ചിനെ ഇത്രയും നാളും തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിച്ചെന്ന പേരും തലി ചുമന്ന് അവള് വളർത്തിയതാ. നീ പെട്ടെന്നങ്ങ് ചോദിച്ചാൽ ഇപ്പം തരുവല്ലേ അവള്? ഇത് വേറെ പ്രശ്നങ്ങളാവും. എന്താ ആൽഡ്രി നിന്റെ തീരുമാനം? അതാദ്യം അറിയട്ടെ. ഞാൻ ആദ്യം കരുതിയത് സ്റ്റീഫൻ എന്നെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നാ. പക്ഷേ എലിസബത്തിൻ്റെ വായിന്ന് കേട്ടപ്പോൾ എന്തായാലും കൊച്ചിൻ്റെ തന്തയുടെ പേര് അവൾ മാറ്റി പറയത്തില്ലല്ലോ. ഇത്രയും നാൾ അവളെ ഒളിപ്പിച്ചേക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും അവളുടെ കൂടെ അങ്ങനെ എനിക്കത് മാത്രം ഓർക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നീ കേൾക്ക്. ആദ്യമാണെങ്കിൽ ഇവർ നിന്നെ പറ്റിച്ചതല്ലെന്നുള്ളൊരു ഉറപ്പ് നിനക്ക് വരണം. അതിനുവേണ്ടി നീ ഒരു DNA ടെസ്റ്റ് നടത്തുക. അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഇപ്പം എല്ലാവരും ചെല്ല്. അല്ല, DNA ടെസ്റ്റിൻ്റെ ഫോർമാലിറ്റീസ് എന്ന് വെച്ചാൽ അത് നോക്കാം. ഇച്ചയ, ഞാൻ വന്നപ്പോൾ മുതൽ ചോദിക്കണമെന്ന് കരുതിയ, പക്ഷേ നല്ലൊരു അവസരം കിട്ടിയില്ല. അത് അമ്മീനെ ഞാൻ ചെക്കപ്പ് കഴിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. ഇച്ചയൻ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനിത് നീ എന്താ ചോദിക്കാൻ വൈകുന്നതാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ടടാ. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രശ്നമാണോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്നതാ അയച്ചായ കാര്യം? ഈ രാത്രിയിൽ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. നീയാണെങ്കിൽ ചെക്കപ്പും യാത്രയുടെ ക്ഷീണം കാരണം അവൾ കിടന്നുറങ്ങി. എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണോ? നമ്മുടെ ആൽഡ്രി ആണെങ്കിൽ ആദ്യം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമാവുന്നത്. പക്ഷെ എൻ്റെ ഭാര്യനെ കണ്ടപ്പോഴാണ് അത് മാറിയത്. എനിക്ക് മനസ്സിലായില്ല ഇച്ചയ. ഇച്ചയ പറഞ്ഞിട്ട് അർത്ഥം എന്താ? നീ രാവിലെ തുടങ്ങിയോ നിൻ്റെ എക്സസൈസും പരിപാടിയൊക്കെ? എൻ്റെ പൊന്നടാ, ഈ ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഊപ്പാട് തീർന്നു. നിനക്ക് ഞാൻ വരുമ്പോൾ കുറച്ച് ചായയൊക്കെ ഇട്ട് വെച്ചുകൂടെയുടെ ചക്ക? വയസ്സാം കാലത്ത് ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ. ചായ ഇട്ട് തരണമെന്ന് പോലും നാണയം ഇല്ലല്ലോ. ഞാനിവിടെ വന്നതേ സിവിൽ സർവീസിൻ്റെ എഴുതി കെട്ടി അതിന് ട്രെയിനിങ്ങിന് പോകാനാ. അല്ലാണ്ട് നിങ്ങളെ കെട്ടി ഇവിടെ കൂടെ പുറത്ത് ചായ ഇട്ട് തന്ന് ഭക്ഷണം ഇട്ട് തന്ന് അല്ല ഉണ്ടാക്കി തന്ന് അങ്ങനെ ജീവിക്കാനല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയി പെണ്ണ് കെട്ടടോ. വയസ്സാം കാലമോ? എനിക്ക് നിന്റെ ചായ വേണ്ട കോപ്പേ, ഞാൻ പോവാം. ഇനി പിണങ്ങി പോവണ്ട, പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാനാണെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. വന്നോ ലിയ? നീ എത്ര ദിവസമായി നീ പോയിട്ട്? നിനക്ക് കോളേജിലേക്ക് തിരിച്ചു വരണമെന്നൊന്നുമില്ലേ? എൻ്റെ പൊന്നുകൂട്ട കുറച്ച് ബിസി ആയിപ്പോയി. ഒരു പെണ്ണ് കാണലായിരുന്നടി. ആരാടി? നീ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. കള്ളി ചിലവുണ്ട്. ഇഷ്ടപ്പെട്ടോ നിനക്ക് ചെറുക്കനെ? ഇഷ്ടപ്പെട്ടു. ഒരുവിധം ഉറച്ച മട്ടാണ്. പിന്നെ ബാക്കിയെല്ലാം നിന്നോട് ഞാൻ പറയാം. നീ എന്തായാലും റെഡി ആയിട്ട് വാ. നമുക്കെന്നെങ്കിൽ ഈവനിങ് പോയി ഒരു പബ്ബിലങ്ങ് കൂടിയേക്കാം. എൻ്റെ വക ചിലവ്. പപ്പോ? അതൊന്നും വേണ്ട. ഈ ചായനെങ്ങാണെന്ന് പറഞ്ഞാൽ എന്നെ കൊലുപടി. ഇങ്ങനെ ഒരു പേടിത്തൂറി. ഇനി ഇച്ചായനെ ഏട്ടത്തെ അറിഞ്ഞിട്ട് ഇനി അത് പ്രശ്നമാവണ്ട. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഹോട്ടലിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിക്കാം. മതിയില്ലേ? ഓക്കെ, അത് മതി. ഞാൻ കുറച്ച് നോട്ട്സ് എഴുതി റെഡി ആയിട്ട് നിന്നേക്കാം. പറയടോ, എന്താ തനിക്ക് സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം? എന്തായാലും എന്നെ തപ്പി താനെൻ്റെ ഈ ഒരു ബ്രാഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതത്ര നിസ്സാര കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നതില്ല. എന്തു പറ്റി?
തനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പ്രത്യേക കഴിവ്. താൻ പറഞ്ഞത് ശരിയാ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് എനിക്ക് എലിസബത്തിനെ ഇഷ്ടമാണ്. അവളെ കല്യാണം കഴിച്ച കൊള്ളാവുന്നുണ്ട്. ഇല്ലടോ, ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിനെ സമ്മതിക്കത്തില്ല. താൻ എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്, അത് ഞാൻ സമ്മതിച്ചു. അന്ന് വെച്ച് പെങ്ങളെയൊന്നും ഞാൻ നിനക്ക് തരുന്നില്ല. ഇതെൻ്റെ തീരുമാനമാണ്. പിന്നെ ഇതിനെപ്പറ്റി നമുക്കൊരു സംസാരം വേണ്ട. എലിസബത്ത് എന്നുള്ള ടോപ്പിക്ക് നമ്മളുടെ ഇടയിലും വരണ്ട. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോ. ഏതാ താനും ഉണ്ടോ? ഏതാ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് ഇറങ്ങാം. അവളെയും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ. ഹാടി, ഞാൻ വരുന്നു. പിന്നെ താൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. നീ ജീവനോടെ ഇരുന്നാലല്ലേ നോക്കാം. നീ ഉണ്ടാക്കിയിട്ട് നീ കഴിക്കാൻ വരുന്നില്ല ഡൗവേ? ഹോ, ഇത് കൊള്ളാലോ. ഒരുത്തൻ ഉണ്ടാക്കുന്ന ഒരുത്തൻ ഉണ്ടാക്കുന്ന കഴിക്കുന്ന. എടാ നീയോ? നീ എന്താടാ ഒരു മുന്നറിയിപ്പില്ലാത്ത വരവ്? എന്നാ കാര്യം? അതോ ഇന്നൊരു പാർട്ടി ഉണ്ട് എൻ്റെ ഈച്ചായ. അതാണ് സിവിൽ സർവീസ് കിട്ടിയ എല്ലാവർക്കും കൂടെ കൂടിയ പാർട്ടിയാണ്. പോസ്റ്റിംഗ് ഒക്കെ ആയിട്ടില്ലേ. എനിക്ക് നോർത്ത് ഈസ്റ്റ് നാട്ടിൽ നിൽക്കാൻ പറ്റത്തൊന്നുമില്ല. അതാ അടിപൊളി. അപ്പം എന്തായാലും കൂടിയിട്ട് വാ. ഇവനെ ഓവറായിട്ട് കുടിക്കാതെ നീ നോക്കിക്കോണം കേട്ടോ. ആ കാര്യം ഞാൻ ഏറ്റു. നാശം പിടിക്കാൻ ഇതെന്നാടാ ഹോവേ ഇത്രയും ബ്ലോക്ക്? എന്നെ പറ്റിയതാണോ എന്തോ? കണ്ടിട്ട് എന്തോ ആക്സിഡൻ്റ് ആണെന്നാണ് തോന്നുന്നു. ദൈവമേ, ജീവനോടെ ഉണ്ടോ എന്തോ. എന്തായാലും അപ്പുറം വഴി എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം. നമുക്കത് വഴി പോയേക്കാം. വണ്ടി തിരിച്ചേക്കാല്ലടാ. ഫുഡ് കഴിക്കാതെ ഇവളീ ഫോണെ കുത്തിക്കൊണ്ടിരിക്കുക എന്താണ്? എടിയേ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടൻ്റെ കാര്യം. ആ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ കാണാൻ. ഞാൻ നിന്നെ പരിചയപ്പെടുത്തി തരാവേ. ഓഹോ, വുഡ്ബിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലേ? ഒന്ന് പോയേടി. ഇവിടെ എന്തോ പരിപാടി നടക്കും, അതുകൊണ്ട് ഭയങ്കര തിരക്കാം. അതുകൊണ്ട് മേളിൽ റൂം എടുത്തിട്ടുണ്ട്. ഇതെന്നാടാ ചെറിയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവന്മാരടിച്ച് കോൾ കെട്ടിയിരിക്കുവാണല്ലോ. എൻ്റെ മാതാവേ, ഇവന്മാരൊരു കാര്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എടാ നീ ഒത്തിരി അങ്ങ് കുടിക്കണ്ട കേട്ടോ. നീ അങ്ങനെ കുടിച്ചെന്ന് പറഞ്ഞ് ഇച്ചാൻ എന്നെ കൊല്ലും. വഴിയിൽ എന്നെ ബ്ലോക്ക് ആയിരുന്നല്ലേ. നീ എന്തായാലും ബാ, അമ്മമാരവിടെ നിൽപ്പുണ്ട്. ജോണേ, ഇത് ചെറിയ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ. എന്തായാലും ഇനി മുതൽ പോലീസല്ലേ, എന്നാലും ഇന്നും കൂടെ അടിച്ച് പൊളിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം പിന്നെ അങ്ങ് ആഘോഷിക്കാന്ന് വെച്ചേ. പിന്നെ മറ്റേ സാധനം കൂടെ ഉണ്ട് കയ്യിൽ. എൻ്റെ പൊന്നോടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും ഉപയോഗിക്കരുതെന്ന്. ആ ചെറുക്കനും എൻ്റെ മാതാവേ അവനിരുന്ന് അടി തുടങ്ങിയോ? എടാ ഇവനെയും കൊണ്ട് ഈ കോലത്തിൽ നീ കയറിപ്പോന്നെങ്കിലേ ഇച്ചായ നിന്നെ കൊല്ലും. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഒരു റൂമും ഞാൻ എടുത്തിട്ടുണ്ട്. ഓ, എന്നെ ബഹളമടി. അവിടെയാണെങ്കിൽ 12B എന്നാണോ P എന്നാണോ റൂമിൻ്റെ പേര് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല. ഇയാളെന്ത് എന്നെ ഇങ്ങനെ നോക്കുന്ന? ഓ, ഇതെന്നെ ബഹളമാണോ? എടി സിവിൽ സർവീസ് കിട്ടിയവന്മാരെയാ ഈ പരിപാടി. ഇവിടെ ഭയങ്കര ബഹളം. നമുക്കങ്ങോട്ട് മേളിലേക്ക് കയറിയിട്ട് നോക്കാം. ഞാൻ പറയുന്ന കേൾക്കാതെ നീ ഇത് എവിടെ നോക്കി നിൽക്കാൻ? ഇങ്ങോട്ട് വന്നേ. എടാ നിന്നോട് എന്നാ പറഞ്ഞിട്ടാടാ പോന്നേക്കുന്നത്? ഇതിപ്പോൾ ഈ 4 കാലിലായല്ലോ 2 പെഗ് അടിച്ചപ്പോൾ തന്നെ. സ്റ്റാമിന കുറവും. വന്നേ നമുക്കിവിടെ റൂമിൽ പോവാം. എടാ അവിടെ ഞാനൊരു പെണ്ണിനെ കണ്ടു. ഓഹ് എന്നാ സുന്ദരി, എൻ്റെ ദൈവമേ. നേരത്തെ കണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പോയി പെണ്ണാലോചിക്കായിരുന്നു അല്ലേ. നീ എന്തിനാടാ നേരത്തെ ആക്കുന്നത്? ഇപ്പോഴും പെണ്ണാലോചിക്കാമല്ലോ, നിനക്ക് നല്ല ജോലിയൊക്കെ ആയില്ലേ. എന്തിനാ നീ വന്നേ? വാ നമുക്ക് റൂമിലേക്ക് പോവാം. ഓഹ് ഭയങ്കര ചൂട്, എൻ്റെ ദൈവമേ. ആ പെണ്ണ് കൊള്ളാം, കുഴപ്പമില്ല. ബാ എൻ്റെ പെണ്ണോ. ഓഹ് വന്നേ നീ ഒന്ന്, നമുക്ക് റൂമിലേക്ക് പോകാം.
ഇതാന്ന് തോന്നുന്നു ആ പറഞ്ഞ മുറി. പക്ഷെ ഇവിടെ ആരുമില്ല. പക്ഷേ ഈ മുറി ലോക്ക്ഡും അല്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ ഒന്ന് വിളിച്ചിട്ട് വാ. നല്ല ക്ഷീണമുണ്ടടാ, എങ്കിൽ ഞാൻ പോയി കിടക്കട്ടെ. എന്തോ പോലെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് നീ. ഞാൻ നീ അവന്മാരുടെ അടുത്ത് കാണും, പോകാൻ നേരത്ത് വിളിക്കാം. ആരാ? അത് ഞാനല്ലേ ഇടി ചോദിക്കേണ്ടത്, നീ ഏതാ? ഇത് എൻ്റെ ഫ്രണ്ട് ബുക്ക് ചെയ്ത മുറിയാ. അവരിപ്പം വരും, താൻ ചെല്ലാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ പോയേക്കാം. കയറി വന്നത് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ, അപ്പോൾ പോകുമ്പോൾ എൻ്റെ അനുവാദം വേണം. കൈ എടുക്കടാ, നീ എത്ര ധൈര്യത്തില. നിന്റെ ഇടപെടൽ എനിക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാറി നിൽക്കടോ, താൻ എന്താ ഇതിനെപ്പറ്റി കരുതിയത്? അതങ്ങനെ നല്ല തള്ളന്മാരെ വളർത്തണം. അവനെ വളർത്താത്തതിൻ്റെ കേടത്താൻ എനിക്കൊക്കെ. ഇനി എങ്ങാനും ഇങ്ങനെ പിന്നെ ചെയ്താലാ അടിച്ചു നിന്റെ കാരണം ഞാൻ പതുക്കി. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്, അന്ന് വെച്ച് ഞാനൊന്നും നിന്നെ ചെയ്തില്ല, പക്ഷെ നീ എന്നെ അടിച്ചു. ദേഹം നന്ദി, എനിക്ക് ഭ്രാന്ത. എന്ത് ചെയ്യുന്നത്? എന്നെ ഒന്നും ചെയ്യല്ല. ഞാൻ ആഗ്രഹിച്ചു പോയി, കോപ്പറേറ്റ് വിത്ത് മീ, അല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും വേദന. വാട്ട്? ഇച്ചായൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഒരിക്കലുമില്ല. അവൻ അങ്ങനെ ആ എലിസബത്ത്, അപ്പൊ കുക്കിമോൾ അവൻ്റെ സ്വന്തം ചോരയാണോ? ഞാൻ പറഞ്ഞത് സത്യം. നിനക്കിത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണമെന്ന് എനിക്കറിയാം. അന്നത്തെ ആ പാർട്ടിയിലാണ് ഇത് സംഭവിച്ചത്. ഞാനാണെങ്കിൽ അവനെയും കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. ഇവന്മാർ രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതും പോരാ ഡ്രിങ്ക്സിൽ എന്തോ ടൈപ്പ് ഡ്രഗും മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും ഓർമ്മയും ഇല്ലാത്തത്. എന്നിട്ട് തന്നെ ഞങ്ങൾ ആ റൂമിൽ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അവൻ എല്ലാ അർത്ഥത്തിലും ആ പെണ്ണിനെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇച്ചായൻ എന്നിട്ട് ഇതെന്താ ആരെയും അറിയിക്കഞ്ഞത്? അറ്റ്ലീസ്റ്റ് അവനോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഏയ് ഇല്ല, ഞാനതപ്പോൾ ആ കാര്യം അവനോട് അറിയിച്ചത് പിന്നെ വലിയൊരു വിഷയമാകും. പിന്നെ അവൻ ആ സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് അവൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കിട്ടിയ ജോലിയല്ലേ, അതും ഈ പ്രശ്നത്തിലില്ലാതാവും. ഞാൻ ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പം തന്നെ അന്വേഷിച്ചായിരുന്നു. നമ്മുടെ ആജന്മ ശത്രുക്കളാണെന്നും കൂടി അറിഞ്ഞപ്പോൾ ഒരു വല്ലായ്മ തോന്നി. പിന്നെയാണെങ്കിൽ ആ സമയത്ത് അവൾ അൺകോൺഷ്യസ് വരുന്നു. പിന്നെ അവളുടെ വീട്ടിൽ അവളുടെ ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ ബ്രദറും വൈഫും മരിച്ചു പോയെന്നാണ് കേട്ടത്. അതിൻ്റെ ദുഃഖത്തിലും പിന്നെ ഇവളെ കാണാതെ ഇരിക്കുന്നതിൻ്റെ വിഷമമൊക്കെ അവരുടെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. എന്നാ പറയാനാ, ഇപ്പോൾ വിധി അവരെ ഒരുമിപ്പിച്ചിരിക്കുക. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് അവരെങ്ങനെ സന്തോഷമുള്ള ജീവിതം നയിക്കും എനിക്കറിയില്ല. ഇതില്ല, ഇനി അവൻ അറിയുമ്പോൾ അവൻ്റെ പ്രതികരണം എന്തുമായിരിക്കും? എൻ്റെ കർത്താവേ. ഈ കാര്യത്തിൽ അവൻ ഡീൽ ചെയ്ത പോലെ ഇരിക്കും കാര്യങ്ങൾ. കാരണം അവൻ ആ പെൺകുട്ടിയോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടുതൽ ചെയ്യാതിരുന്നാൽ മതി. എന്നാലും ഇച്ചയ, നമ്മളുടെ ആൽഡ്രി അങ്ങനെ ചെയ്യുന്നു. എനിക്ക് മനസ്സിലാവൂടി നിന്റെ മാനസികാവസ്ഥ. പക്ഷെ നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. മമ്മിയും പപ്പയും പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. എനിക്കപ്പം അങ്ങനെയാണ് തോന്നിയത്. എനിക്കത് ആരോടും തുറന്നു പറയാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോഴാണെങ്കിൽ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവുക. അതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മമ്മി, കോഫി. ഓഹ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം. നീ എങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക? വീട്ടിൽ. നിന്നോട് നിൻ്റെ അമ്മേനെ കാണാൻ പോകേണ്ടതെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ പോയിട്ട് എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ തന്നെ എത്തിയേക്കണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു പാർട്ടിയുണ്ട്, അതിന് നീയും കൂടെ വരണം. ഭാര്യയായി പോയില്ലേ, എല്ലാവരും കുടുംബമായിട്ടാണ് വരുന്നത്. അന്നേരം ഇവിടെ നീ എത്തിയേക്കണം, കേട്ടല്ലോ അല്ലേ? നീ എന്നെ വർത്തനോടെ ഇപ്പോൾ പറഞ്ഞത് ഭാര്യയായി പോയില്ലെന്നോ?
ഇത്ര വിഷമിച്ച് നിന്നോട് ഭാര്യയൊക്കെ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ആ കൊച്ചിനെ? മിണ്ടാതെ പോവും എന്തെങ്കിലും പറഞ്ഞു. സാരയില്ലപ്പ, ഇനി അത് പറഞ്ഞ വഴക്ക് കൂടണ്ട. മമ്മി, നമുക്ക് ഇതുകൊണ്ട് വീടുണ്ടാക്കിയാലോ? ഇല്ലടാ കുഞ്ഞാ, കൊച്ചുണ്ടാക്കിക്കാം, മമ്മി അടുത്തുണ്ടല്ലോ. മോളെ, ഞാൻ വന്നത് മുതലേ ശ്രദ്ധിക്കുന്നു. എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ ഇവിടെ കുഞ്ഞ് കളിക്കുന്ന നോക്കി നിൽക്കുവാണോ? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് മമ്മി, ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പോവാം. അതെനിക്ക് പറയാനിപ്പോൾ മമ്മി മാത്രമേ ഉള്ളൂ. അതാണ് ഞാനിപ്പോൾ മമ്മീനെ വിളിച്ചു വരുത്തിയത്. ഞാൻ മമ്മിയോട് ഒരു കാര്യം മറച്ചു വെച്ചു. മറച്ചു വെക്കാനോ? എന്ത്? അതെ മമ്മി, കുക്കിയുടെ പപ്പ ആൽഡ്രിന. എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയായിത്തീരുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെയാണെങ്കിൽ ഇപ്പം എന്നെ എല്ലാവരും മോശമായിട്ടാണ് കാണുന്നത്. നേരത്തെ അതങ്ങനെ തന്നെ. ഞാൻ അറിയാണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എൻ്റെ ഇച്ഛായൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു, അല്ല മമ്മി? പിന്നെ ഞാനാണെങ്കിൽ ഒരു തീരുമാനം എടുത്തു. എൻ്റെ മേൽവിലാസത്തിലാണെങ്കിൽ മോള് വളരണ്ട. ഞാനാണെങ്കിൽ ആൽഡ്രിൻ്റെ കയ്യിൽ മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുക. അവിടെ ഇച്ഛായൻ്റെ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ആൽഡ്രിയോ മോളെ, നിനക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം നീ എടുക്കില്ല. മോനെ കൂടി വഴി മാറത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ച് നീ ഇത് എന്തൊക്കെ ഭ്രാന്തായി പറയുന്നത്? ഇല്ല മമ്മി, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തിൻ്റെ മേൽവിലാസത്തിൽ കഴിയുന്നേക്കാട്ടും നല്ലത് പീറ്ററുകളുടെ കുടുംബത്തിൻ്റെ മേൽവിലാസത്തിൽ കഴിയുന്നത്. ആൽഡ്രിൻ മോളെ നന്നായിട്ട് സ്നേഹിക്കും, എനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം ചോരയെ തള്ളിപ്പറയാൻ ആർക്കും കഴിയില്ല. ശരി, മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രമാത്രം നീ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അങ്ങനെ ആകട്ടെ. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതിന് മുമ്പ് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും മമ്മി വാ, നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഇത് നമ്മുടെ ഇച്ഛൻ്റെ ഓർമ്മ ദിവസമല്ലേ. ആ, ഇച്ചായും വന്നോ? നേരത്തെ തന്നെ ഇച്ചായനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. എനിക്ക് ആ പേപ്പർ കാണണ്ടല്ല. നീ ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി. കുക്കി എൻ്റെ മോളാണോ? ഇച്ചായ, അത് പിന്നെ കുക്കി ഇച്ചായൻ്റെ മോള് തന്നെയാണ്. എലിസബത്ത് വക്കീൽ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. പക്ഷെ എന്തിനാ ഇത് മറച്ചു വെച്ചെന്ന് അറിഞ്ഞൂടാ. ഞാൻ കണ്ടെത്തിക്കോളാം. ഇങ്ങോട്ട് വാ എൻ്റെ ബാവ, കരയാതെ വാ, മമ്മി എടുക്കാം. മമ്മിയൊരു കാര്യം പറഞ്ഞ് എൻ്റെ കുഞ്ഞ് കേൾക്കുമോ? കുക്കി എപ്പോഴും എന്നോട് ചോദിക്കാറില്ലേ കുക്കിയുടെ അപ്പ ആരാന്ന്? ഞാൻ പറഞ്ഞു തരട്ടെ? അമ്മ പറയാൻ പോവാണോ? നീ ആൽഡ്രിനെങ്കിൽ എന്ന് വിളിക്കുന്ന ആളില്ലേ, അയാളാണ് എൻ്റെ കുക്കി കുഞ്ഞിൻ്റെ അപ്പ. മമ്മി ഇത് പറഞ്ഞത് വേറെ ആരോടും പറയില്ല കേട്ടോ. ഇത്രയും നാൾ മമ്മിയുടെ കൂടെയല്ലേ എൻ്റെ കുക്കി കുഞ്ഞ് നിന്നത്. ഇനി കുറച്ച് നാൾ അപ്പയുടെ കൂടെ നിൽക്കേണ്ടി വരും. അന്നേരം ഇതൊരു സീക്രട്ടായിട്ട് വെക്കണം കേട്ടോ. ആണോ മമ്മി? എൻ്റെ പന്നിയെ ഒത്തിരി സ്ട്രോങ് അല്ലേ? എൻ്റെ അപ്പ പോലീസുകാരനാകുമ്പം കള്ളമാരെ ചെയ്തിരിച്ചില്ലേ? നമുക്ക് സ്റ്റീഫനങ്ങളത് ഒരു ഇടി കൊടുക്കാം. എൻ്റെ കുഞ്ഞ് നല്ല കുട്ടിയുടെ വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കണം കേട്ടോ. നമുക്ക് ഒരുങ്ങാം, അപ്പീപ്പം വരും. ഞങ്ങളുടെ സീനിയർ ഓഫീസർ റിട്ടയർ ആയതിൻ്റെ പാർട്ടിയാണ്. അന്നേരം ജൂനിയേഴ്സ് എല്ലാവരും ഫാമിലിയായിട്ട് വരണമെന്ന് പറഞ്ഞു. കൊച്ചിനെ ഇങ്ങോട്ട് താ. പിന്നെ എൻ്റെ കൺവെട്ടത്തു നിന്ന് നീ മാറരുത് കേട്ടോ. ഹലോ സാർ. ആ ഏട്ടോ, എത്ര നാളായി തന്നെയൊക്കെ കണ്ടിട്ട്. അപ്പോഴും ഒരു മാറ്റമില്ലല്ലോ. അതേ എനർജറ്റിക് യങ് മാൻ. താങ്ക് യു സാർ. റിട്ടയർമെൻ്റ് അല്ലേ ഇനി എന്നാ പ്ലാൻ? പിന്നെ ആ സാറെ പരിചയപ്പെടുത്താൻ പറഞ്ഞേ, ഇതെൻ്റെ മോളും ഇതെൻ്റെ വൈഫും. ആണോ? എന്തായാലും നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു സുന്ദരി പെണ്ണ് തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്താ മോളെ പേര്? എന്തെടുക്കോ മോള്? സാറേ, എൻ്റെ പേര് എലിസബത്ത് ആൽഡ്രിൻ. ഞാനൊരു അഡ്വക്കേറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എലിസബത്ത് ആൽഡ്രിൻ.
പെണ്ണിനെ വശത്തൊക്കെ നോക്കണം. കർത്താവേ, കൺട്രോൾ തരണേ. വെറുതെ രണ്ടുപേരുടെയും പേര് ചോദിച്ചല്ലോ, എൻ്റെ പേര് ചോദിക്കുന്നില്ലേ? എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ ചോദിക്കാൻ വിട്ടു പോയതാണേ. ഇവൻ്റെ വിത്ത് തന്നെ. ആൽഡ്രി, മോളും അങ്കിൾ ക്യാരി ഓൺ കേട്ടോ. ഞാനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പോവുക. അവളെയൊക്കെ പരിചയപ്പെടുത്തട്ടെ. ശരി, എന്നെങ്കിൽ വേറെ ഗസ്റ്റ് വരുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? ഇത്ര കാര്യമായിട്ട് എൻ്റെ ഭാര്യ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. ഹൗസ് അച്ഛൻ്റെ കൊച്ചുമോൾ എൻ്റെ കൂടെ കൂടാൻ തന്നെ തീരുമാനിച്ചോ? എന്തായാലും നീ ഇവിടെ ഇരിക്കുക. ഞാൻ 2 ഫ്രണ്ട്സിനോട് വേണ്ടിയിട്ട് വരാം. എങ്ങും പോകരുത് കേട്ടോ. ആൽഡ്രനല്ലേ ആ സാറിനോട് വേണ്ടിക്കൊണ്ടിരിക്കുന്നത്? കൂടെ ഫാമിലി ആയിട്ടാണല്ലോ ഇവൻ. എന്ത് ഫാമിലിയാടാ? ഇവൻ എന്നെ പറ്റിയ പെണ്ണിനെ കേട്ടാ. ഞാനറിയാൻ കഴിഞ്ഞത് ഇവൻ എന്തോ കേസിൻ്റെ ആവശ്യത്തിന് പോയപ്പം ആ വീട്ടുകാർ അവന് കൊടുത്തതാന്ന്. എൻ്റെ മാതാവേ, നമ്മളൊക്കെ എത്ര കേസിൻ്റെ കാര്യത്തിന് ആറൊക്കെ വീട്ടിൽ പോകുന്നു. ആർക്കും ഒരുത്തിനും നമുക്ക് തരാൻ തോന്നിയില്ലല്ലോ. എന്തായാലും കൊള്ളാം, അവന് കോളടിച്ച് മുട്ടി നോക്കുന്നതിൽ തെറ്റില്ല. ഡാ പുലി, അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം അവനിങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് വന്നിട്ട് അവൻ പറയാൻ വർത്താനം. ഞാനിപ്പം വരുന്നു. എക്സ്ക്യൂസ് മീ, ഇവിടെ വാഷ്റൂം എവിടെയെന്ന് പറഞ്ഞു തരാമോ? യാഷോ, നേരെ പോകുമ്പോൾ കാണുന്ന കോറിഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. മാതാവേ, ഇത് അത്യാവശ്യം ഗ്രാൻഡായിട്ടുണ്ടല്ലോ. എപ്പോഴേ പരിപാടി കഴിയുന്ന വീട്ടിൽ ചെന്ന് കിടന്നാൽ മതിയായിരുന്നു. നാളെ ഒരു കേസും ഉണ്ട്. ഹായ്, ഞാൻ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഡോ, ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണെന്ന് തന്നെ അറിഞ്ഞത്തില്ലേ? പരിചയപ്പെടലൊക്കെ പുറത്ത് മതി. സോ ഗെറ്റ് ലോസ്റ്റ്. എൻ്റെ മാതാവ്, ഇത് നല്ല വീര്യം കൂടിയ ഇനമാണല്ലോ. ഞാനറിഞ്ഞു ആൽഡ്രിന് ഒരു കേസ് വന്നപ്പം കുടുംബക്കാർക്ക് ജയിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാന്ന്. അവൻ കാര്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ കൂടെ പോരുന്നു. ചെറ്റത്തരം പറയുന്നത് നായി. അതിന് നീ വേറെ അമ്മമാരെ കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ പുറകെ വരണ്ട. എടി, നീ എന്നെ തല്ലിയല്ലേ? എത്ര ധൈര്യം കൊണ്ടായിട്ട് നീ അതെന്നോട് ചെയ്തത്? കല്യാണത്തിൽ നിന്നും പോരും കുഞ്ഞിന് പഴിച്ചുപെട്ടതും പോരാന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്ന അവളുടെ അത്രയും മഹിമയുള്ള വേറെ പെണ്ണില്ല പോലും. അവളുടെ ഒരു പൂക്കണ്ണീര്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചു വന്നതല്ലേ, അപ്പം വെറും കൈയോടെ പോകാൻ മനസ്സില്ല. മര്യാദയ്ക്ക് പോകുന്ന തനിക്ക് തനത്, അല്ലെങ്കിൽ ഞാൻ വെച്ച ആൾക്കാരെ കൂട്ടും. ഇപ്പം ഇത് മതി. പിന്നെ ഞാൻ വിശദമായിട്ട് ഇടയ്ക്ക് വന്ന് പരിചയപ്പെട്ടോളാം കേട്ടോ. നിങ്ങളെത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നടാ പാർട്ടിയൊക്കെ? അടിപൊളിയായിരുന്നു അച്ഛാ. സാറിനെ കുറേ നാൾ കൂടിയാണ് കാണുന്നത്. പിന്നെ ഇതിനടാ മോളുടെ മുഖം വീർത്തിരിക്കുന്ന. നീ എന്തെങ്കിലും പറഞ്ഞോ അവളെ? അല്ലെങ്കിൽ അവളുടെ മുഖം വീർത്ത് തന്നെയാണല്ലോ. ഒരു മുയൽക്കുട്ടീനെ പോലെയല്ലേ അവളിരിക്കുന്നത്. തലവേദനയാപ്പ അത്. കണ്ടോ അവൾ പിണങ്ങിപ്പോയത് നിൻ്റെ വായിൽ നാക്കിൻ്റെ. പിന്നെ DNA ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാണ് പുത്രൻ്റെ അടുത്ത പ്ലാൻ? ഒരു കോച്ചിനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അറിഞ്ഞില്ല പോലും. ഞാനാ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ അറിഞ്ഞില്ല, എങ്ങനെയെന്ന് പോലും ഓർമ്മയില്ല. ഒത്താലില്ലേ ഈ ഒരാഴ്ച കൊണ്ട് അടുത്തത്. അതാണിപ്പോൾ എൻ്റെ പ്ലാൻ. നിന്നോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മുട്ടി നിൽക്കുമോ ഇവന്? ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയൊക്കെ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരാം കേട്ടോ. പോയി കിടക്കട്ടെ. എന്തു പറ്റി പെട്ടെന്നൊരു തലവേദന? ഇവിടുന്ന് പോയപ്പോൾ പ്രശ്നമില്ലായിരുന്നല്ലോ. ഒന്നുമില്ല. പിന്നെ നിനക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ടോ? കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോണ്ടേ ഡ്യൂട്ടിക്ക്? ആൽഡ്രിന് ജീവിതത്തിൽ ആരോടും മാപ്പ് പറഞ്ഞ് ശീലമില്ല. പക്ഷെ ഞാൻ നിന്നോട് പറയുക, ചെയ്തത് തെറ്റായിപ്പോയി. നീ എന്നോട് ക്ഷമിക്കണം. ഒരവസരം നീ എനിക്ക് തരണം. വൈകിപ്പോയി ആൽഡ്രിൻ. തുടങ്ങിയില്ലല്ലോ, പിന്നെ എങ്ങനെ വൈകിപ്പോന്ന്? നീ കിടന്നോ.
എന്നെ ഓർക്കുമായിരുന്നു. ഞാൻ പെണ്ണുകഥ നോക്കി ഇരിക്കുമായിരുന്നു. എന്താ എന്നെ വിളിച്ചത്? ഞാൻ നിൻ്റെ അപ്പയാന്ന് കുഞ്ഞിനെ നേരത്തെ അറിയാമായിരുന്നോ? അറിയായിരുന്നു. അമ്മയാ പറഞ്ഞു തന്നത്. പിന്നെയാണെങ്കിൽ എന്നെ ഇനിയും ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നതും പ്ലേ സ്കൂളിൽ കൊണ്ടുപോകുന്നതും പറയുന്നതും ഭക്ഷണം തന്നെ കഴിപ്പിക്കുന്നതും ഒക്കെ അപ്പയാന്ന് പറഞ്ഞു. അപ്പനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കായിരുന്നു അമ്മ പറഞ്ഞു. അമ്മ ദൂരെ പോവാനും പറഞ്ഞല്ലോ. ദൂരെ പോവാന്നോ? എവിടേക്ക് പോകുന്ന? അത് മമ്മി പറഞ്ഞില്ലേ? അയ്യോ, അത് ആരോടും പറയില്ലെന്നാ മമ്മി പറഞ്ഞത്. പപ്പയ്ക്കൊരു സർപ്രൈസാന്ന് പറഞ്ഞല്ലോ. മമ്മി കുറച്ച് മുമ്പ് പോയതേ ഉള്ളൂ. എവിടെ പോയെന്നോ? എടി എലിസബത്ത് എന്തിനാടാ നീ രാവിലെ കിടന്നിങ്ങനെ വിളിച്ച് കൂവുന്നത്? മമ്മി എലിസബത്തിനെ കണ്ടോ? അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. എലിസബത്ത് ആണെങ്കിൽ നിൻ്റെ കൂടെയല്ലേടാ കടന്നത്? അവളെന്തി? അറിയില്ല, അവളെ കാണുന്നില്ല. പൊന്നും മോനെ, ഇന്നലെയാണെങ്കിൽ 1 2 ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയവനാ. എന്തെങ്കിലും അബദ്ധം നിനക്ക് പറ്റിയോ? ഈ അപ്പനോട് പറയടാ. അപ്പന്ന് വിളിച്ച് നാവ് കൊണ്ടിട്ട് തെറി വിളിപ്പിക്കരുത് കേട്ടോ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോണേ. എന്താ വാതിൽ തുറക്കുന്നത്? നാശം എവിടെ പോയി കിടക്കുവാണോ? നീയായിരുന്നോ ഈ രാവിലെ? എന്നതാടാ നിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? നീ എന്നാടാ ഈ രാവിലെ? ബാ, അകത്തേക്ക് കയറി വാ. എന്താ ഇവിടെ നിന്ന് നിൽക്കുന്ന? ഇവനായിരുന്നോ? എടാ, എലിസബത്തിനെ കാണുന്നില്ലെന്നോ? നീ എന്തായാലും അകത്തേക്ക് കയറി വാ. ഞങ്ങൾ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഇച്ചായൻ്റെ കൂടെ അങ്ങ് കൂടാന്ന് വെച്ച്. എവിടെ പോവാനാണ് അവള്? ഞാൻ അങ്ങ് ആഗ്രഹിച്ചതാ. ഇന്നലെ ചെറിയൊരു ഡോസ് ഞാൻ കൊടുത്തായിരുന്നു. ഡോസോ? നീ എന്നതാ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. എന്താ പ്രശ്നം അവൾ നീയായിട്ട്? എടാ, അതൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇന്നലെയാ അറിഞ്ഞത് നിനക്കെങ്ങനെ അവളെ കിട്ടിയതെന്ന്. കുടുംബക്കാർ വെച്ച് തന്നല്ലേ തലയിൽ. അരെ, ഞാൻ പറഞ്ഞു നിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അവളെ നീ ഉപേക്ഷിക്കുമല്ലോ, അന്നേരം അവളോട് എൻ്റെ കൂടെ വരാൻ. അതിനവൾ എൻ്റെ കർണം പൊട്ടുന്ന ടീച്ചേഴ്സിനെ തന്നു. എനിക്ക് സഹിക്കുമോ? അവളുടെ കഴുത്തിൻ്റെ താഴെയാണെങ്കിൽ ഒരു കാക്കപ്പുള്ളിയില്ലേ, ഞാൻ അതിൽ എന്തൊടച്ചിട്ട് നീ പറഞ്ഞ പെണ്ണിനെ നീ. എടാ, മതി, നിർത്തിക്കേ. അവൻ ഇപ്പോഴും എന്നെ നിന്നെയൊക്കെ പറയണ്ട. സ്വന്തം കെട്ടിയോളാണെങ്കിൽ സംരക്ഷണം കഴിവില്ലാത്ത നിന്നെയൊക്കെ. ആദ്യം നീയല്ലേ അവളോട് അങ്ങനെ ചെയ്തത്? നീയല്ലേ അവളെ റേപ്പ് ചെയ്തത്? ഇച്ചായൻ എന്നെ പറഞ്ഞത് റേപ്പോ? ഞാനോ?